ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ശ്രീ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. മധുര രാജ്യം ഭരിച്ചിരുന്ന ശക്തനും അധർമ്മിയുമായ ഒരു രാജാവായിരുന്നു കംസൻ. കംസൻ തൻ്റെ സഹോദരി ദേവകിയെ യാദവ വംശത്തിലെ രാജാവായ വസുദേവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വിവാഹ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരു അശരീരി ഉണ്ടായി. ദേവകിയുടെ 8ാമത്തെ കുഞ്ഞ് കംസനെ നിഗ്രഹിക്കും. ഇതായിരുന്നു അശരീരി. ഇത് കേട്ടയുടനെ കംസൻ ഇരുവരെയും വധിക്കാൻ തയ്യാറായി. എന്നാൽ ജനിക്കുന്ന കുട്ടികളെ ഉടൻ കംസന് മുന്നിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞപ്പോൾ കംസൻ അവരെ കാരാഗൃഹത്തിൽ താമസിക്കാൻ അനുവദിച്ചു. തുടർന്ന് ദേവകിയുടെ 7 കുഞ്ഞുങ്ങളെയും കംസൻ വധിച്ചു. നല്ലൊരു മഴയുള്ള രാത്രിയിൽ ദേവകി 8ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. അത് ചിങ്ങമാസത്തിലെ ഒരു അഷ്ടമി രോഹിണി നാളായിരുന്നു. ജനന സമയത്ത് ഭഗവാൻ ദിവ്യരൂപം പ്രദർശിപ്പിക്കുകയും കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു. അത്ഭുതകരമായി അപ്പോൾ വസുദേവരുടെ ബന്ധനങ്ങൾ മാറുകയും കുഞ്ഞിനെ എടുത്ത് ഗോകുലത്തിലെ നന്ദഗോപരുടെ കൊട്ടാരത്തിൽ ഭഗവാൻ പറഞ്ഞതുപോലെ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെയുള്ള യശോദയുടെ കുഞ്ഞിനെ കാരാഗൃഹത്തിൽ കൊണ്ടുവരികയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് കംസൻ കുഞ്ഞിനെ എടുത്ത് പാറയിലടിക്കാൻ ആഞ്ഞപ്പോൾ കുഞ്ഞ് വഴുതി വായുവിലേക്ക് ഉയരുകയും ദേവീ രൂപം സ്വീകരിക്കുകയും ചെയ്തു. നിന്നെ വധിക്കാനുള്ളവൻ ഇതിനകം ജന്മമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷമായി. വെണ്ണക്കള്ളനായും പശു മേയ്ക്കുന്നവനുമായുമൊക്കെ വളർന്ന കൃഷ്ണൻ ചെറുപ്രായത്തിൽ തന്നെ വൃന്ദാവന നിവാസികളുടെ പ്രിയപുത്രനായി. കൃഷ്ണന്റെ ചെറുപ്രായത്തിൽ തന്നെ കംസകിങ്കരന്മാർ അമ്പാടിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, അഘാസുരൻ, ഭഗൻ അങ്ങനെ കൃഷ്ണനെ കൊന്നുമടങ്ങാൻ വന്ന് പിടഞ്ഞു മരിച്ചു വീണവർ നിരവധി. ഇതിലെ ഓരോ കഥകളും പ്രത്യേകം വീഡിയോകളായി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈയിടെ കൃഷ്ണനെ ഗുരു സാന്ദീപനിയുടെ ആശ്രമത്തിൽ വെച്ച് സുദാമാവ് എന്ന മുഴുപട്ടിണിക്കാരനായ ഒരു ബ്രാഹ്മണ ബാലനെ തോഴനായി കിട്ടി. കൃഷ്ണനെ പറ്റി പറയുമ്പോൾ രാസലീല ഒഴിവാക്കാൻ പറ്റില്ല. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേട്ട് വൃന്ദാവനത്തിലെ ഗോപികമാർ കൃഷ്ണനോടൊപ്പം രാത്രി മുഴുവൻ നൃത്തം ചെയ്യാനായി അവരുടെ വീടുകളിൽ നിന്നും വനത്തിലേക്ക് വരുന്നു. ഇതാണ് രാസലീല. അമ്പാടിയിൽ വെച്ച് കൃഷ്ണനെ വധിക്കുവാൻ സാധ്യമല്ലെന്ന് കംസന് മനസ്സിലായി. ഒരു ജനത മുഴുവൻ കൃഷ്ണന് കാവലുണ്ടായിരുന്നു. യദുകുലം മുഴുവനും കൃഷ്ണന്റെ തണലിലായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ചേരുക. മഹാമാരി പെയ്തപ്പോൾ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി കുടയാക്കി യാദവരെ പോറ്റി. അങ്ങനെയുള്ള കൃഷ്ണനെ അമ്പാടിയിൽ വെച്ച് വധിക്കാൻ സാധിക്കുകയില്ല. കംസൻ അതിനു വേണ്ട അവസരം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. മധുരയിൽ വെച്ച് തന്നെ കൃഷ്ണനിഗ്രഹം നടത്താനാണ് കംസൻ ചാപപൂജ ഒരുക്കിയത്. സഹോദരീ പുത്രന്മാരായ കൃഷ്ണനെയും ബലരാമനെയും ആളയച്ച് ക്ഷണിക്കുകയും ചെയ്തു. കംസമോഹം അറിഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണ ബലരാമന്മാർ മധുരയിലെത്തി. പൂജയ്ക്ക് വെച്ചിരുന്ന ചാപം കൃഷ്ണൻ ഒടിച്ചു കളഞ്ഞു. തുടർന്ന് നടന്ന ഉഗ്രയുദ്ധം അശരീരികളെ സഫലമാക്കി. കംസൻ കൃഷ്ണന്റെ കൈകളാൽ യമലോകം പൂകി. തുടർന്ന് കാരാഗൃഹത്തിൽ അടക്കപ്പെട്ട കംസന്റെ പിതാവായ ഉഗ്രസേനനെ കൃഷ്ണൻ യാദവരുടെ രാജാവായി വാഴിച്ചു. ശേഷം കൃഷ്ണൻ യാദവരെ പുതുതായി നിർമ്മിച്ച ദ്വാരകാ നഗരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. തുടർന്ന് കൃഷ്ണൻ പാണ്ഡവരുമായി ഒക്കെ സുഹൃത്തുക്കളാകുന്നു. മറ്റൊരിക്കൽ കൃഷ്ണൻ തൻ്റെ പഴയ സഹപാഠിയെ വീണ്ടും കാണാനിടയായി. പട്ടിണിക്കാരനായിരുന്ന സുദാമാവ് കുചേലനായി തീർന്നിരുന്നു അന്ന്. അസാധാരണമായ ആ സംഗമത്തിനു ശേഷം കുചേലൻ മടങ്ങിപ്പോയി. തൻ്റെ ചെറുകുടിൽ ഭഗവത് കൃപയാൽ കൊട്ടാരമായി തീർന്നത് അദ്ദേഹം ഗ്രാമത്തിലെത്തിയ ശേഷമേ അറിഞ്ഞിരുന്നുള്ളൂ. രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, നഗ്നജിതി, ഭദ്ര, ലക്ഷ്മണ എന്നിവരെയാണ് കൃഷ്ണന്റെ 8 ഭാര്യമാരായി ഭാഗവത പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത്. കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഹൈന്ദവ പുരാണങ്ങളിൽ
രാധയോടൊപ്പമാണ് അദ്ദേഹം സാധാരണയായി കാണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാര്യമാരും കാമുകിയായ രാധയും ലക്ഷ്മി ദേവിയുടെ അവതാരങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിക്ക് വേണ്ടിയുള്ള ആർത്തിയുടെയും ചൂതുകളിയുടെയും ബലിമൃഗമായി തീർന്ന പാഞ്ചാലി കൗരവസഭയിൽ വിവസ്ത്രയാക്കപ്പെടുകയായിരുന്നു. എന്നിരുന്നാലും ചേല വലിച്ചഴിക്കുന്ന ദുശാസനന്റെ കൈകൾ കുഴഞ്ഞിട്ടും വസ്ത്രം പിന്നെയും ശേഷിക്കുക തന്നെ ചെയ്തു. കൃഷ്ണന്റെ സാന്നിധ്യം തന്നെയായിരുന്നു കാരണം. തുടർന്നുണ്ടായ സംഭവങ്ങൾ ധർമാധർമ്മങ്ങളുടെ മഹായുദ്ധമായ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ചു. വ്യക്തിപരമായി ഒരു ആയുധവും ഉയർത്തില്ല എന്ന വ്യവസ്ഥയിൽ കൃഷ്ണൻ അർജുനന്റെ സാരഥിയായി. യുദ്ധക്കളത്തിലെത്തിയപ്പോൾ തൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമാണ് എതിർവശത്തെന്ന് മനസ്സിലാക്കി അർജുനൻ ഗാണ്ഡീവം താഴെ വെച്ചു. ഈ സമയം കൃഷ്ണൻ കടമകളും ഉത്തരവാദിത്വങ്ങളും ധാർമ്മികത, ദ്രവ്യത്തിൻ്റെ നശ്വരത, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം എന്നിവയെക്കുറിച്ച് അർജുനനെ ഉപദേശിച്ചു. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പൊരുളുകൾ ഇതിലൂടെ അർജുനന് മനസ്സിലാവുകയും ചെയ്തു. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഈ സംഭാഷണമാണ് ഭഗവത്ഗീത. എല്ലാം അവസാനിച്ചു. യുദ്ധത്തിൻ്റെ ആരവങ്ങൾ ഒടുങ്ങിയ കുരുക്ഷേത്ര ഭൂമിയിൽ കഴുകന്മാരുടെ ചിറകടിയും മാംസഭോജികളായ ജന്തുക്കളുടെ വൃത്തികെട്ട മുരൾച്ചയും മാത്രം ശേഷിച്ചു. 100 മക്കളെ നഷ്ടപ്പെട്ട ഗാന്ധാരി മക്കളെ അവസാനമായി കാണാൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ കൃഷ്ണനും അനുഗമിച്ചു. ചിതറിത്തെറിച്ച മനുഷ്യജടങ്ങളുടെ ഇടയിലും ഒരമ്മയ്ക്ക് സ്വന്തം മക്കളെ തിരിച്ചറിയാൻ നിമിഷങ്ങൾ വേണ്ട. അലറിക്കരഞ്ഞ ഗാന്ധാരി അഴുകി തുടങ്ങിയ മക്കളുടെ ശവശരീരങ്ങൾ ഓരോന്നും ഒരു ഭ്രാന്തിയെപ്പോലെ ഓടി നടന്ന് കെട്ടിപ്പുണർന്നു. ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും ഇടയിലെവിടെയോ ആ ഹതഭാഗിയായ അമ്മ കൃഷ്ണന് നേരെ തിരിഞ്ഞു. ഈ മഹാപാപത്തിനാകെ കാരണക്കാരൻ കൃഷ്ണ നീ മാത്രമാണ്. നീയും നിന്റെ വംശവും 3 പന്തീരാണ്ട് കൊണ്ട് മുടിഞ്ഞു പോകട്ടെ. കരൾ ചുട്ടുവെന്ന ഗാന്ധാരിയുടെ ശാപം യദുകുലത്തിനു മുകളിൽ പതിച്ചു. ദുഃഖപര്യവസായിയായ അന്ത്യം കൃഷ്ണനെ കാത്തിരുന്നു. യദുകുലം തമ്മിലിടിച്ച് മുക്കാലും മുടിഞ്ഞു. മഹാപ്രളയം ദ്വാരകയെ വിഴുങ്ങിക്കളഞ്ഞു. കൃഷ്ണൻ സ്വന്തം മരണവും പ്രതീക്ഷിച്ച് ആൽച്ചുവട്ടിൽ ധ്യാനനിരതനായിരുന്നു. വിധി ആ ചുമതല ഒരു വേടനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ദൂരെ നിന്നും ഭഗവത് ശരീരം കണ്ട വേടൻ കൃഷ്ണമുഖമെന്നേ കരുതിയുള്ളൂ. വിധിയുടെ ശരവേഗത്തിന് ലക്ഷ്യം പിഴക്കരുതല്ലോ. ശ്രീകൃഷ്ണന്റെ പാദം തുളച്ച് അമ്പ് നിയോഗം പൂർത്തിയാക്കി. ദയനീയമായ ആ അന്ത്യത്തെ സ്വീകരിക്കുവാൻ ധ്യാനനിരതനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരുന്നു കൊടുത്തു. അതോടെ ദ്വാപരയുഗം അവസാനിക്കുകയും ചെയ്തു.